നമസ്കാരം. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ ഇപ്പോൾ ചാനലുകളിലൊന്നും കാണാത്തത്? ഞാൻ ദിലീപ് ജാമ്യത്തിൽ പുറത്തു വരുന്നതുവരെ, ജയിലിൽ നിന്ന് പുറത്തു വരുന്നവരെ ഞാൻ സജീവമായി ചാനൽ ചർച്ചകൾക്ക് പങ്കെടുത്തിട്ടുള്ള ആളാണ്. ദിലീപിൻ്റെ കേസ് വരുന്നതിന് മുമ്പാണെങ്കിൽ രജനീകാന്ത് ബാംഗ്ലൂർ വിമാനത്താവളം അടിച്ചു പൊളിച്ചത് മുതൽ, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് മുതൽ ഒരുപാട് ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷേ എന്നെ നോട്ടബിളാക്കിയത് ദിലീപിൻ്റെ ചർച്ചയ്ക്ക് പോയപ്പോഴാണ്. ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരു ചാനൽ ചർച്ചയ്ക്കും പോകരുത്. കാരണം ഞാൻ കേട്ടിട്ടുള്ള അത്ര അസഭ്യവാക്കുകൾ, നുണകൾ വേറെ ആരും കേട്ടിരിക്കാൻ വഴിയില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്തായ പല്ലിശ്ശേരി, നാനയുടെ റിപ്പോർട്ടറായിരുന്ന പല്ലിശ്ശേരി ഞാൻ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ പറഞ്ഞു, 50 ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റും വാങ്ങിയിട്ടാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബൈജു കൊട്ടാരക്കര, എൻ്റെ ഭാര്യയെപ്പറ്റി ഇനി പറയാൻ അസഭ്യമില്ല, അത്രയും അസഭ്യങ്ങൾ പറഞ്ഞു. മണക്കാട് ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സിനിമാക്കാർ കോപ്പിയൊക്കെ എടുക്കാനും ചാർട്ട് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് ഒരു പെണ്ണുമായിട്ട് എന്നെ പിടിക്കുകയും ഞാൻ ഉടുതുണിയില്ലാതെ ഓടിയെന്ന് വരെ ബൈജു കൊട്ടാരക്കര പറഞ്ഞു. ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് മോശം വാക്കുകൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇനി ചർച്ചയ്ക്ക് പോകണ്ട. കാരണം ചർച്ചയ്ക്ക് വരുന്ന തെമ്മാടി കൂട്ടങ്ങളുടെ കൂടെ മത്സരിക്കാൻ നമ്മളെന്തിനു നമ്മളെ സമയവും കളഞ്ഞ് നമ്മുടെ കാറിൽ പെട്രോൾ അടിച്ച് പോണത്? അതിനുശേഷം എൻ്റെ വീട്ടിൽ നിന്ന് ഓബി ചെയ്യാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടുന്ന് ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ സഹകരിച്ചിട്ടില്ല. കുറേ നാൾ കഴിഞ്ഞ് 24 തന്നെ വിളിച്ചു, ഒരു ചർച്ചയിൽ പങ്കെടുത്തേ പറ്റൂ, ഷീണ്ട സാർ പറഞ്ഞിട്ടാണ് വിളിക്കണതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ആരെന്നറിയോ, അവതാരകൻ അന്ന് ഇപ്പോൾ റിപ്പോർട്ടറിലുള്ള മൊട്ടയാണ്. മൊട്ട ചർച്ച എടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം മൊട്ട ഏത് വഴിക്ക് പോകുമെന്ന്. വാർത്ത തുടങ്ങി 3-ാമത്തെ മിനിറ്റായിട്ട് ഞാൻ മൈക്കൂരി ഇട്ടിട്ട് ഞാൻ ഇറങ്ങിയും പോയി. അന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു ഇനി പോവുകയില്ല ചർച്ചയ്ക്ക്. പിന്നെ പോയിട്ടില്ല ഞാൻ. ഇപ്പോൾ വിധി വരുന്നതിൻ്റെ അന്ന് ആരൊക്കെ വിളിച്ചെന്ന് എനിക്ക് തന്നെ അറിയണ്ട. ഒരു അരമണിക്കൂർ പങ്കെടുക്കുന്നത്. ഞാൻ ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞ് പുറത്ത് വിട്ടാലും ദിലീപിനെ ശിക്ഷിച്ചാലും ഞാൻ വരില്ല. കാരണം മറുവശത്ത് വന്നിരിക്കുന്നത് തെമ്മാടി കൂട്ടങ്ങളാണ്, ഒരു സംഘം ആണും പെണ്ണും. അവരുടെയൊക്കെ നാക്കിട്ടടിക്കുന്നതിന് പിന്നെ അവതാരകനും അവരോട് ചേരും, അവതാരകയും അവരോട് ചേരും. അതിനിടയിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെന്നിരുന്ന് എന്തിനെ കൊത്തിപ്പറക്കെ ഇരുന്ന് കൊടുക്കണേ? അത് വേണ്ട. എന്തായാലും 50 ലക്ഷവും ദിലീപിൻ്റെ ഡേറ്റും ഒക്കെ കിട്ടിയതല്ലേ. ഞാനിപ്പോഴും പറയുന്നു, എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ദിലീപിനെ വെച്ചൊരു സിനിമയാണ്. പക്ഷേ അയാൾ എനിക്ക് തരികയില്ല, ഞാൻ അയാളോട് ചോദിക്കുകയില്ല. പിന്നെ എങ്ങനെ സിനിമ അടക്കും? അത് എല്ലാവരും അവരവരുടെ കണ്ണിൽ മറ്റുള്ളവരെ കാണുന്നുണ്ടുള്ള കുഴപ്പമാണ്. ഞാൻ എന്തായാലും പറ്റിപ്പും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ടാണ് ജീവിക്കണേ. ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഇത്ര രൂപ വെച്ച് എനിക്ക് തരണമെന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേരെ എനിക്ക് ലിസ്റ്റ് അറിയാം, പൈസ വാങ്ങിക്കുന്നത്. ചാനലിൽ നിന്ന് പൈസ മാസശമ്പളം പോലെ വാങ്ങിച്ചിട്ടാണ് അവർ പറയുന്ന രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ സംസാരിക്കുന്നത്. ഇന്ന് നമ്മളെടുക്കുന്ന വിഷയത്തിൽ ആ പ്രതിയായിട്ട് നിൽക്കുന്ന ആളിനെ ഫേവർ ചെയ്ത് സംസാരിക്കണം, അല്ലെങ്കിൽ പ്രതിയായിട്ട് നിൽക്കുന്ന ആളിൻ്റെ കൂടെ എതിർത്ത് സംസാരിക്കണം. ഇങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുക, അതിനനുസരിച്ച് ചെന്നിരുന്ന് വാചകം അടിച്ചിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകണം മഹാന്മാരെയൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ചാനൽ ചർച്ച കുറേ കാലത്തേക്ക് ഞാനങ്ങ് നിർത്തി. നമുക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ പറയാമല്ലോ. സിനിമ അല്ലാത്ത വിഷയങ്ങളാണെങ്കിൽ മറ്റെത്രയോ ചാനലുകൾ വരുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അത് മതി എന്ന് തീരുമാനിച്ചതാണ്, അല്ലാതെ വേറെ ഒരു പ്രശ്നം കൊണ്ടും അല്ല. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. 24 എന്ന് പറയുന്ന ചാനലിലൊരു പ്രോഗ്രാം ഉണ്ടല്ലോ. ഒരു ഗസ്റ്റിനെ കൊണ്ടിരുത്തിയിട്ട് എന്താ പറയുക, ചോദ്യം ചെയ്യുക. അതിൻ്റെ വിധി പറയാനായി ഒരു ജഡ്ജിയായിട്ട് ഒരാളെ കൊണ്ടുവന്ന് മേളിലിരുത്തുക. എന്നിട്ട് ഈ ചോദ്യോത്തരത്തിന് അയാൾ മാർക്കിടും. പ്രോഗ്രാം പകുതി കഴിയുമ്പോൾ എതിർവശത്തേക്ക് ഒരു കൂതറായി കൊണ്ടുവരും. അത് ഈ കൊണ്ടിരുത്തിയിരിക്കുന്ന ഗസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ഒരാളായിരിക്കും. അവനും കൂടി ചേർന്നാവും പിന്നെ പിടിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഗസ്റ്റിനെ വസ്ത്രാക്ഷേപം നടത്തുന്നത്. റിപ്പോർട്ടറിൽ പോയ മൊട്ടയൊക്കെ 24-ലുള്ളപ്പോൾ ഷക്കീലയെ പോലെ വയറ്റിപ്പഴപ്പിനായി തുണിയഴിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടിരുത്തി തൊലി ഒഴിപ്പിച്ച് വിട്ടു. എനിക്ക് പാവം തോന്നി ആ സ്ത്രീയോട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രോഗ്രാം പാതി വഴി വെച്ച് സ്വിച്ച് ഓഫ് ചെയ്തു. കാരണം എൻ്റെ ധാർമ്മിക രോഷം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ TV പൊട്ടിക്കേണ്ടി വരും. എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. അവർ ജീവിക്കാൻ വേണ്ടിയാണെന്നേ.
തുണി അഴിച്ചത്. ഇവിടെ വലിയ വലിയ കൊച്ചമ്മമാർ എന്തൊക്കെയാണ് തലസ്ഥാനത്ത് അടക്കം കാട്ടിക്കൂട്ടണമെന്ന് യവന്മാർക്കൊക്കെ അറിയാം. യവന്മാർ പക്ഷേ അവരെയൊന്നും തൊടില്ല. റിപ്പോർട്ടറിൽ പോയ മൊട്ടയൊക്കെ 24-ലുള്ളപ്പോൾ ഷക്കീലയെ പോലെ വയറ്റിപ്പഴുപ്പിനായി തുണി ഒഴിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടിരുത്തി തൊലി ഒരിച്ച് വിടാൻ പാടില്ലായിരുന്നു. അവരെ വേണമെങ്കിൽ ഈ ചാനലിന് വിളിക്കാതിരിക്കുക. നമ്മുടെ 24-ൻ്റെ ഒരു ഗമയ്ക്ക് ഷക്കീലയൊന്നും വിളിച്ചുകൊണ്ടിരുത്തണ്ട എന്ന് ക്ഷീണം നേർക്കെങ്കിലും പറയാമായിരുന്നു. അല്ലെങ്കിൽ ഇരട്ട ചങ്കുള്ള നളിനി ജമീലയെ പോലെ മൈത്രേയനെ പോലുള്ളവരെ കൊണ്ടുവരണം അവിടെ ഇരുത്താൻ. ചോദ്യം ചോദിക്കുന്നതിൻ്റെയും ജഡ്ജ് ചെയ്യാൻ്റെയും ഒക്കെ വാഷറിളവി പോവും ഇവരൊക്കെയാണ് പങ്കെടുക്കുന്നതെങ്കിൽ. നളിനി ജമീലയെ തോപ്പിക്കാൻ പറ്റുമോ സംസാരിച്ച്? നളിനി ചേച്ചി വെടിയുണ്ട പോലെ മറുപടി പറയില്ലേ. കുറച്ച് നാൾ മുമ്പ് ഈ പ്രോഗ്രാമിനായി എനിക്ക് വിളി വന്നു. എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. കാതികനെ പോലെ വസ്ത്രാക്ഷേപം നടത്തുന്ന ഒരു മഹാൻ അവിടെ ഉണ്ടല്ലോ, വാർത്ത വായിക്കുന്നത്. കണകണ മൂക്കും നീ പറയും, ഒന്നും മനസ്സിലാവില്ല അവൻ പറയണേ. എനിക്ക് മനസ്സിലാവില്ല എന്തായാലും. അയാളെ കൊണ്ട് പ്രകോപിപ്പിച്ച് എന്നെ കൊണ്ട് തെറി പറയിക്കാനാണോ? ഞാൻ വരില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. ഒരു പെൺകുട്ടിയാണ് വിളിച്ചത്. അയാളല്ല സർ, ഗോപികൃഷ്ണനാണ് വരുന്നത്. പക്ഷെ പ്രോഗ്രാം ഒന്നല്ലേ. നാട്ടിലുള്ള സർവത്ര മാപ്രകളെയും ഒരു അഭിമുഖത്തിൽ VS-നെ കൊണ്ട് ഗോപികൃഷ്ണനാണ് ഇൻ്റർവ്യൂ ചെന്നത്. പക്ഷേ നാട്ടിലുള്ള സകലമാന മാപ്രകളെയും VS ഗോപികൃഷ്ണന് ചാർത്തി കൊടുത്തു വന്ന് കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു അഭിമുഖം. ആ അഭിമുഖം കണ്ട കാലം മുതൽ ഗോപികൃഷ്ണനോട് എനിക്കൊരു മനസ്സലിവുണ്ട്. പാവം, ഒന്നും പറയാൻ പറ്റില്ല VS-ൻ്റെ മുമ്പിൽ. ഇങ്ങനെ കണ്ണു ഉരുട്ടി ഇരിക്കാനേ പറ്റുള്ളൂ. പാവം VS ആണെങ്കിൽ കൊല വിളിച്ച്. അന്ന് മുതൽ എനിക്ക് ഗോപികൃഷ്ണനെ ഇഷ്ടമാണ്. ഗോപികൃഷ്ണൻ പ്രശ്നമല്ല. പ്രോഗ്രാമിൻ്റെ പാതി വഴിക്ക് നിങ്ങൾ ഒരുത്തനെ കൊണ്ടുവരില്ലേ, മിക്കവാറും ശ്രീകണ്ഠൻ നായരുടെ മാനസപുത്രനാകും നിങ്ങൾ കൊണ്ടുവരിക അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ സമയം കളഞ്ഞ് എറണാകുളത്ത് വന്ന് ക്യാമറയുടെ മുന്നിൽ തീരെ നിലവാരമില്ലാത്ത ആ ബോറം പറയുന്ന കള്ളത്തരങ്ങളും തെറിയും സഭ്യതയില്ലാത്ത പെരുമാറ്റവും ഞാൻ എന്തിനാ കേൾക്കുന്നത് എന്നായി ഞാൻ. വിളിച്ച കൊച്ച് കേൾക്കുന്ന ചോദ്യമാണ് രസം. അതാരാ സാർ ആ ബോറൻ? ആ കൊച്ചിനെ അറിയില്ലാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ചീഫിൻ്റെ മാനസപുത്രൻ എന്ന് സാർ പറഞ്ഞില്ലേ, അതാരാ എന്ന് ചോദിച്ചു. വേറെ ആര്? ആ ബൈജു കൊട്ടാരക്കര എന്ന ബോറനെയാകും നിങ്ങൾ കൊണ്ടുവരിക എന്ന് ആ കൊച്ചിനോട് പറഞ്ഞു. എനിക്ക് ഒളിച്ചു വയ്ക്കാൻ വയ്യ. അവനോടൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. എനിക്കെൻ്റെ അഭിമാനം തല്ലിക്കൊഴിക്കാൻ ഒരുത്തിന് ഞാൻ എന്തിന് ഇരുന്ന് കൊടുക്കണം? വേണ്ട കുട്ടി, എന്നെ വിട് എന്ന് പറഞ്ഞ് ഞാൻ ആ ക്ഷണം ഒഴിവാക്കി. ശ്രീകണ്ഠൻ നായർ മലയാളിക്ക് ക്ഷണിക്കാതെ TV വഴി നമ്മുടെയൊക്കെ വീട്ടിലെത്തുന്ന സ്വീകരണ മുറിയിലേക്ക് എത്തുന്ന നിലവാരമില്ലാതെ സംസാരിക്കാൻ വിട്ടുതന്ന 2 പേരാണ് ഈ കൊട്ടാരക്കരക്കാരനും പിന്നെ പല്ലു തേക്കാതെ കുളിക്കാതെ എന്താ പറയുക തലേന്നത്തെ കെട്ടുവിടാത്ത, പറയുന്ന ഭാഷ മലയാളമാണോ ഇംഗ്ലീഷാണോ സിംഹളയാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു പെണ്ണും പിള്ളി. ഇത് രണ്ടും ശ്രീകണ്ഠൻ നായരുടെ സംഭാവനയാണല്ലോ. എന്നിട്ട് ശ്രീകണ്ഠൻ ചേട്ടൻ മലയാളിക്ക് ചാനലുകൾക്ക് നിലവാരത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ക്ലാസ് എടുക്കുകയും ചെയ്യും. അതാണ് രസകരം. ഇപ്പോൾ ചീറ്റയുടെ മുഖവുമായി കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം അവഹേളിക്കാനായി ഹാർമോണിയ പെട്ടിയുമായി അന്തിച്ചർച്ച നിയന്ത്രിക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ലാത്ത മറ്റൊരുത്തിനെയും നമ്മുടെ ശ്രീകണ്ഠൻ ചേട്ടൻ വളർത്തി വിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 24 കാണാത്തത്. മുമ്പ് ഞാൻ ശ്രീകണ്ഠൻ ചേട്ടന് തന്നെ മറുപടി വെച്ചിട്ടുണ്ട്, സദാസമയം 24 ആണ് കാണുന്നു. ഇപ്പോൾ 24 വയ്ക്കേയില്ല. ഒന്നാൽ പരസ്യം കാണാൻ വേണ്ടി മാത്രം എന്തിനാ 24 വയ്ക്കണേ? പരസ്യം കഴിഞ്ഞാൽ പിന്നെ അല്പസ്വല്പ സമയമുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ ചീറ്റയെ പോലെ ഇരിക്കുന്ന ഈ ചെറുക്കനാണ് സർവത്ര കമ്മ്യൂണിസ്റ്റുകാരും ചീത്ത വിളിക്കണേ. അതുകൊണ്ട് ഞാൻ കാണാറില്ല. പോയി 10 പേരെ തെറി വിളിച്ചിട്ട് വാ മോനെ, യഥാർത്ഥ പത്രപ്രവർത്തനം ഇതാണെന്ന് പഠിപ്പിക്കുന്ന മഹാനായി എനിക്ക് പറയപ്പെട്ട ശ്രീകണ്ഠൻ ചേട്ടൻ. ഞാൻ അങ്ങനെ പണം കണ്ട, ഞാൻ സത്യസന്ധമായി പറയാണ്. ബൈജു കൊട്ടാരക്കരയെ പരിചയപ്പെടുന്ന കാലത്ത് ആദ്യമായിട്ട് ഇന്ന് കാണുന്ന ചട്ടമ്പിയൊന്നും ആയിരുന്നില്ല, അലവലാതിയും ആയിരുന്നില്ല. എപ്പോഴും തമാശകൾ പറയുന്ന, പൊട്ടി പൊട്ടി ഉച്ചത്തിൽ ചിരിക്കുന്ന ഒരു തനി കൊട്ടാരക്കരക്കാരനായിരുന്നു അക്കാലത്ത് ബൈജു.
ആർ ചന്ദ്രു സംവിധാനം ചെയ്ത കുറ്റപത്രത്തിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിഷേധിക്കുമായിരിക്കും, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഏതോ സിനിമയൊക്കെ ഞാൻ ബൈജുവിന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. കുറ്റപത്രത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ ബൈജു എന്നെ വീണ്ടും തെറി പറയും. ഗണേശനും ബൈജുവും ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ബൈജുവിൻ്റെ കഥകൾ പറഞ്ഞ് ഗണേശൻ ഞങ്ങളെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുമായിരുന്നു. ഒരു നാൾ കുറ്റപത്രം ചിത്രീകരണം നടക്കുമ്പോൾ ഗണേശൻ വളരെ സിമ്പിളായിട്ട് ബൈജുവിനോട് ചോദിച്ചു, ബൈജു, ഈ ഷോട്ട് എടുക്കും മുമ്പേ സീൻ നമ്പരും ഷോട്ട് നമ്പരും ടേക്ക് നമ്പരും ഒക്കെ ക്ലാപ്പിൽ ചോക്ക് പീസ് കൊണ്ട് എഴുതിയിട്ട് അതിൻ്റെ മേളിലിരിക്കുന്ന ആ ഒരു കമ്പുണ്ടല്ലോ, അതുകൊണ്ട് എന്തിനാ ഈ നമ്പരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അടിക്കുന്നതെന്ന് ചോദിച്ചു. സത്യസന്ധമായി ഞാൻ പറയുകയാണ്, 100% സത്യസന്ധമായിട്ട്. ഉടൻ വന്നു ബൈജുവിൻ്റെ മറുപടി, ചോക്ക് പീസ് ഇട്ടല്ലേ എഴുതുന്ന ഗണേശ, അതിൻ്റെ പൊടി പോകാനാണ് അടിക്കുന്നതെന്ന് ആധികാരികമായി പറഞ്ഞു ബൈജു. അപ്പോൾ ഗണേശൻ ഒന്നും അറിയത്തില്ല, ആണോ എന്നിട്ട് എന്ന് ചോദിച്ചിട്ട് ഗണേശൻ ചിരിക്കാതെ കൂളായി നിന്നു. ഞാനടക്കം സംവിധായകനടക്കം എനിക്ക് തോന്നുന്നു അപ്പോൾ സുരേഷ് ഗോപിയും ആ സംസാരത്തിൽ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ തല തല്ലി ചിരിച്ചു. പക്ഷേ യുവമാർ എന്തിനു ചിരിക്കുന്നുവെന്ന് ബൈജുവിന് മനസ്സിലായതേയില്ല. പൊട്ടന്മാർ ചിരിക്കുന്നു എന്ന നിലയിൽ ബൈജു ചിരിച്ചോണ്ട് നിന്നു. ക്ലാപ്പിലിങ്ങനെ അടിക്കുന്നത് ചോക്കിൻ്റെ പൊടി പോകാനും. അങ്ങനെയുള്ള വലിയ സിനിമാ പണ്ഡിതനാണ്. കൂടെ പഠിച്ച സഹപാഠിയുടെ സിനിമാജ്ഞാനം തുറന്നു കാണിച്ച ഗണേശൻ ഞാൻ ഇവിടത്തുകാരനല്ല എന്ന നിലയിൽ അവിടെ നിന്ന് ഒരേ നിപ്പ് നിന്നു. ഇനിയും പറയാനുണ്ട് കഥകൾ. കുറ്റപത്രം ഒരു ദിവസം രാത്രി കവടിയാറുള്ള ഗോൾഫ് ക്ലബ്ബിൽ ചിത്രീകരിക്കുകയാണ്. അസോസിയേറ്റ് രഘുണ്ണനോടൊപ്പം അതോ സുരേഷ് ഗോപിയോടോ എന്തോ വർത്തമാനം പറഞ്ഞ് ഗണേശൻ തെറ്റി. ആനയുടെയും പോലെയാണ് ഗണേശൻ പിണങ്ങിയ. അതെനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ വർക്കലയിലൊരു സീരിയൽ ചെയ്യുമ്പോൾ ഇവിടത്തൊക്കെ പിണങ്ങിയപ്പോൾ ഗണേശൻ കാണിച്ചതൊക്കെ എനിക്കറിയാം. ഗണേശൻ മറുപടി ഒന്നും പറയാതെ ദേഷ്യത്തിൽ ഇരുട്ടിലേക്ക് നടന്നു മറഞ്ഞു. ഷോട്ട് റെഡിയായപ്പോൾ ഗണേശനില്ല. ഞാനും ബൈജുവൊക്കെ ഗോൾഫ് മൈതാനിയിൽ ഗണേശൻ എവിടെയെങ്കിലും ഇരിക്കുന്നോ എന്ന് തപ്പി നടന്നു രാത്രി. പക്ഷെ ഗണേശനില്ല. ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരു വഴിയുമില്ല. അന്നും വലിയ വാടകയാണ് ഗോൾഫ് ക്ലബ്ബിൽ ഷൂട്ട് ചെയ്യാൻ. അത് പെർമിഷൻ കിട്ടാൻ തന്നെ വലിയ ശുപാർശയാണ്. മെമ്പർമാരൊക്കെ ഗോൾഫ് കളിക്കുന്നവരാകുമ്പോൾ സമ്പന്നരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ആണല്ലോ. അതുകൊണ്ടല്ലോ എത്രയോ കോടി കുടിശ്ശിക വന്നിട്ട് പോലും സർക്കാരിന് അടയ്ക്കാത്ത നികുതി. കാരണം ആ ഫയൽ നോക്കേണ്ട ഏമ അവിടെ കളിക്കാൻ പോണവനാണെങ്കിൽ ഒന്നും ചെയ്യില്ലല്ലോ. ഒരു ഗോൾഫ് കളിക്കുന്നതിനുള്ള സ്റ്റിക്കോ ബോളോ കിറ്റോ ഒന്നും സാധാരണക്കാർക്ക് വാങ്ങാനാവുന്ന തുകയല്ല. ക്ലബിലെ ഫീസും വലുതായിരിക്കാം. വൈകുന്നേരം ഗോൾഫ് കളിക്കാൻ വില കൂടിയ കാറുകളിൽ വന്നിറങ്ങുന്നവർ കളിയൊക്കെ കഴിഞ്ഞ് തീറ്റയും കുടിയും ഒക്കെ കഴിഞ്ഞ് പോകാൻ ഒരു 8-9 മണിയെങ്കിലും ആവും. നേരം പരമ്പരാന്ന് വെട്ടം വയ്ക്കുമ്പോൾ ഹാഫ് ട്രൗസറും തൂവള്ള ടീഷർട്ടും ഒക്കെ ഇട്ട് ഇവർ കളിക്കാനായി എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാത്രി 9 മണി മുതൽ രാവിലെ 4 മണി വരെയാണ് ചിത്രീകരിക്കാനുള്ള പെർമിഷൻ തരുന്നത് ഗോൾഫ് ക്ലബ്ബിൽ. അവിടെയാണ് ഗണേശൻ മുങ്ങിയിരിക്കുന്നത്. ഗണേശനെ പിടിക്കാൻ സഹപാഠിയായ ബൈജു ഞാനും കൂടി വഴുതക്കാട്ടുള്ള ഗണേശൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് ഗണേശൻ രാഷ്ട്രീയത്തിലൊന്നും വന്നിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല, വിവാഹവും കഴിച്ചിട്ടില്ല. ബാലകൃഷ്ണ സാറും ഭാര്യയും മകനായ ഗണേശനും പിന്നെ കുറേ ജോലിക്കാരുമാണ് ആ വലിയ കൂറ്റൻ ബംഗ്ലാവിൽ താമസം. ഗണേശന് അപ്പോഴും സ്വന്തമായി കാറൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ വീടിൻ്റെ മുന്നിൽ ചെന്ന് ഗേറ്റിൽ കൂടെ നോക്കുമ്പോൾ ഗണേശൻ്റെ കാറകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഗണേശൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് കവടിയാറിൽ നിന്ന് ഓടിച്ച് ഇവിടെ എത്തിയെന്ന് ഉറപ്പായി.